സെക്കൻഡ് ജനറേഷനിലുള്ള ഡീസൽ 85,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു റയർ പീസ് നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2015 മോഡലാണ്, ഡീസലാണ്, 20-22 മൈലേജ് കിട്ടുന്ന വെഹിക്കിളാണ്. ഇതിന്റെ കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. ഇതിന്റെ ഇന്റീരിയറിലൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, ഒരു നിരക്കല് പോലും ഇല്ല. ഇതിന്റെ സ്റ്റിയറിംഗ് ഒന്നും ഒരു സ്ക്രാച്ചസോ അങ്ങനത്തെ കാര്യമൊന്നും, അത്രയും നീറ്റാണ് വെഹിക്കിൾ. ഡാഷ്ബോർഡ് ആണെന്നുണ്ടെങ്കിലും ഈ ഡോർ പാഡ് ആണെന്നുണ്ടെങ്കിലും വേറെ നിരക്കല് കാര്യങ്ങളൊന്നുമില്ല, ഹൈ ക്വാളിറ്റിയിലാണ് കിടക്കുന്നത്. 85,406 കിലോമീറ്റർ ആണ്, ജെനുവൻ കിലോമീറ്റർ ആണ് മീറ്ററിൽ കാണുന്ന. ഞാൻ അടുത്ത സർവീസ് വരുന്നത് എ മോട്ടോഴ്സ് എന്നാണ്. 89,000 ഞാൻ അടുത്ത സർവീസ് വരുന്നത്. അലൈൻമെന്റ് ചെക്കപ്പ് 85,709 200 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം അലൈൻമെന്റ് ചെക്കപ്പ് ചെയ്യാനുള്ള വെഹിക്കിള്. വേറെ മേജർ കംപ്ലൈൻസോ കാര്യമൊന്നുമില്ല. ഇഞ്ചൻ വോയിസ് കാണിച്ചു തരട്ടാ, പക്ക സൈലന്റ് ആണ്. ഇതിന്റെ പൊല്യൂഷൻ ഞാൻ ജസ്റ്റ് ആക്സിലേറ്റ് കൊടുക്കാം. പൊല്യൂഷൻ ഞാൻ ജസ്റ്റ് നോക്കാം. പൊല്യൂഷൻ ഒന്നുമില്ല, അത്രയും ക്ലിയർ ആയ വെഹിക്കിള്. വീഡിയോ എന്നുള്ള ഓപ്ഷനാണ്. റിവേഴ്സ് ക്യാമറ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. മിറർ, ഇലക്ട്രിക്കൽ മിറർ അഡ്ജസ്റ്റ്മെന്റ്, മിറർ ഫോൾഡിങ്, 4 ഡോർ പവർ വിൻഡോ, കമ്പനി സണ്ടർലോക്ക്, ഇഞ്ചൻ നോയിസും പൊല്യൂഷനോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ടയറൊക്കെ വരുന്നത് ഏകദേശം ഒരു 80%. 4 ടയറും വരുന്നുണ്ട്. ഹൈ ക്വാളിറ്റിയിൽ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തൊരു വെഹിക്കിൾ ആട്ടോ. നമുക്കൊരു കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിൽ ഇട്ടുന്ന വണ്ടിയാണ്. നമ്മളിതിന് ആസ്കിന് പ്രൈസാണ് 4,65,000 രൂപയാണ്. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാം, മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാനും പറ്റും. 2015 ലാസ്റ്റ് വെഹിക്കിളാണ്, ഡീസലാണ്, 20-22 മൈലേജ് ഉണ്ട്. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് റാൻസിന്ന് കാണാം.